സർവോദയം കുര്യൻ അനുസ്മരണം നടത്തി. സാമൂഹ്യ ആതുര സേവന പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ 27ാം ചരമവാർഷിക ദിനാചരണ സമ്മേളനം ഞാറക്കൽ സർക്കാർ ആശുപത്രിയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചികിത്സയ്ക്കായി വന്നിട്ടുള്ള ഈ നാട്ടിലെ കുര്യൻ ചേട്ടൻ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഗതം ഇവിടെ കഴിഞ്ഞു. അധ്യക്ഷ പ്രസംഗം നടത്തിയ ജോസഫ് നരികുളം പറഞ്ഞ പോലെ നമ്മളുടെ കുര്യൻ ചേട്ടൻ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞിട്ട് ഇന്ന് 27 വർഷം തികയുകയാണ്. ആ 27 വർഷത്തോളം കുര്യൻ ചേട്ടന്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി വൈപ്പിൻ കരയിലെ കുര്യൻ ചേട്ടനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒരു ട്രസ്റ്റിന് രൂപം നൽകി. അതാണ് സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ്. ഞാനല്ല രൂപം നൽകിയത്, ഞാനല്ല. ഞാൻ അന്ന് അതിനൊരു കമ്മിറ്റിക്കാരനായിരുന്നു. അന്ന് അഡ്വക്കേറ്റ് പോൾ തോമസ് മാമ്പള്ളി ആയിരുന്നു പ്രസിഡന്റ്. അതേപോലെ തന്നെ ലെനിൻ മാഷ്, അങ്ങനെ ധാരാളം പ്രായമുള്ള നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്. KK അറുമുഖനടക്കം 18 വർഷം മുമ്പ് എന്നെ അവര് പ്രസിഡന്റാക്കി തെരഞ്ഞെടുത്തു. നമുക്ക് അന്ന് ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ളൊരു അവസ്ഥയായതുകൊണ്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിപുലീകരിക്കുവാനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുര്യൻ ചേട്ടൻ മരിച്ച ദിവസം ജൂലൈ 16-ാം തീയതി 27ാം ചരമവാർഷികം ആചരിക്കുന്നു. പണ്ടൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നത് രാവിലെ ചരമവാർഷികം ഇവിടെ ഗവൺമെന്റ് ആശുപത്രി, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രി ഞാറക്കൽ നടത്തുവാൻ കാരണം കുര്യൻ ചേട്ടന്റെ പേരിൽ 2 വാർഡ് ഇവിടെ കുര്യൻ ചേട്ടൻ പണിതു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ബിൽഡിംഗൊക്കെ വന്നപ്പോൾ അതിന് ചിലതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും കുര്യൻ ചേട്ടന്റെ വാർഡുകൾ ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ ആ വാർഡുകളെല്ലാം കുര്യൻ ചേട്ടന്റെ ഏറ്റവും പ്രവർത്തന മേഖല ഈ ഞാറക്കൽ സർക്കാർ ആശുപത്രിയായിരുന്നു. ഇവിടെ വന്ന് മഹാത്മാഗാന്ധിയൊക്കെ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് കുര്യൻ ചേട്ടൻ മദർ തെരേസ, മഹാത്മാഗാന്ധി, ഫാദർ ഡാമിയനൊക്കെ കാണിച്ചു തന്ന ആ പാത പിന്തുടർന്നുകൊണ്ട് ഇവിടുത്തെ കക്കൂസ് വരെ അദ്ദേഹം കഴുകും. ഇവിടെ രോഗികളെ സന്ദർശിക്കും. നമുക്കറിയാം, വസൂരിയൊക്കെ വന്ന കാലഘട്ടത്തിൽ വസൂരി രോഗം ഒരു പകരും എന്ന് പേടിച്ചിട്ട് ആളുകളൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം വസൂരി വന്ന് മരിച്ചവരെയും വസൂരി വന്ന് രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കാൻ പോയി. അദ്ദേഹത്തിന് വസൂരി വന്നോ? വന്നില്ല. മദർ തെരേസ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. ഫാദർ ഡാമിയൻ, അവർക്കൊക്കെ ഈ അസുഖം വന്നോ? ഇല്ല. അത് മനസ്സ് നന്നായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ നമുക്ക് ആർക്കും രോഗം വരില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സേവനം ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ്, അതൊരു പ്രഹസനമായി മാറുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ ബാധിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കും. അതാണ് കുര്യൻ ചേട്ടൻ എന്നെ പഠിപ്പിച്ചത്. ഇന്നിവിടെ 9 മണിക്ക് ഈ പരിപാടി നടത്തുവാൻ പ്ലാനിട്ടു. കറക്റ്റ് 9 മണിക്ക് നമ്മൾ തുടങ്ങി. അതിനൊക്കെ വിശിഷ്ടാധ്യായ ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ രാജഗിരി ഹോസ്പിറ്റലിൽ എത്ര തിരക്കുള്ള ഡോക്ടറാണെന്ന് അറിയാമോ? കുര്യൻ ചേട്ടന്റെ ചരമവാർഷികം എന്ന് കേട്ടപ്പോൾ കുര്യൻ ചേട്ടനെ പാവപ്പെട്ടവരെ മാത്രം മതി, മനസ്സിലായി. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് സ്വാർത്ഥത നടന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുര്യൻ ചേട്ടനെ പോലെയുള്ള ആതുര സേവനം ചെയ്ത് നമുക്ക് നന്മയുടെ പാത കാണിച്ചു തന്ന ഇന്നൊരു പട്ടി ഇവിടെ ഈ ആശുപത്രിയുടെ മുമ്പിൽ ചത്തു കിടന്നാൽ പഞ്ചായത്തിനെ വിളിക്കും പട്ടീനെ കുഴിച്ചിടാനായിട്ട്, അല്ലെ? പഞ്ചായത്തിൽ. എന്നാൽ അവിടെ വന്ന കുറച്ച് കച്ചവടക്കാർക്കും കുറച്ച് ആളുകൾക്കും കൂടി അത് കൊണ്ടുപോയി മറവ് ചെയ്തൂടെ? ആ പട്ടി അവിടെ കിടന്ന് ചീഞ്ഞ് നാറി കഴിയുമ്പോൾ പഞ്ചായത്തുകാർ വരും. ആദ്യം നവംബർ 14-ാം തീയതി നടത്തുന്ന വിപുലമായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശനെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. ടോണി ചമ്മണി MLA ഉണ്ടാവും. അങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇപ്രാവശ്യം നടത്താം. അതിനെല്ലാം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് കുര്യൻ ചേട്ടന്റെ 27ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
വൈസ് പ്രസിഡന്റ് ജോസഫ് നരികുലം അധ്യക്ഷത വഹിച്ചു. 600ഓളം അനാഥ ശിശുക്കളെ സംരക്ഷിക്കുകയും അവശരുടെയും ആലംബഹീനരുടെയും അത്താണിയുമായിരുന്ന സർവോദയം കുര്യൻ കാണിച്ചു തന്ന മാതൃക ഇന്നത്തെ സമൂഹത്തിന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് സാമൂഹിക പ്രവർത്തകനായ PK ബാഹുലയന് അദ്ദേഹം പൊതുസമൂഹത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രശസ്തി പത്രം രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ നൽകി. രോഗികൾക്ക് ഭക്ഷണ വിതരണവും നടന്നു. പ്രസ്തുത സമ്മേളനത്തിൽ ശ്രീമതി സോണി കുര്യൻ പാറക്കൽ, ജേക്കബ് വാത്തിക്കുളം, ജോണി വൈപ്പിൻ, PK ബാഹുലയൻ, ഫ്രാൻസിസ് അറക്കൽ, ജോളി ജോസഫ്, ഡിജിൽ പനക്കൽ, NG ശിവദാസ്, റോസ്ലി ജോസഫ്, സെബി ഞാറക്കൽ, അംബിക രാഘവൻ, ടൈറ്റസ് പൂപ്പാടി, ജോസി ചക്കാലക്കൽ, TP സെബാസ്റ്റ്യൻ, TK മണി, ഡാലി ഫ്രാൻസിസ്, KN ധനഞ്ജയൻ, MA സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാറക്കൽ പഞ്ചായത്തിന് സമീപമുള്ള സർവോദയം കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു.